രാവിലെ ഞങ്ങൾ പുട്ടും പഴമൊക്കെ വെച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി പറന്ന് കയറി വീട്ടിനകത്ത് വന്നു. ഒരു കിളി വഴിതെറ്റി എങ്ങാണ്ട് വന്നതാണ്. വീട്ടിൻ്റെ അകത്തൂടെ കയറി നേരെ മേളത്ത് നെല്ലിൽ ചെന്നിരുന്നു. ഞാൻ ക്യാമറ കൊണ്ട് അതിൻ്റെ അടുത്തേക്ക് പോയപ്പോഴത്തേക്ക് അത് മേളോട്ട് പറന്നു പോയി. മേളിലുള്ള ജനൽ വഴി പുറത്ത് പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ കയറി ഒരു ക്യാബേജ് എടുത്ത് തോരൻ വയ്ക്കുക, ക്യാബേജ് അല്ലല്ലോ കോളിഫ്ലവർ എടുത്ത് തോരൻ വയ്ക്കാമെന്ന് പറഞ്ഞ് എടുത്തപ്പോഴത്തേക്കുണ്ട് അതിനകത്ത് പുഴു എന്ന് പറഞ്ഞാൽ ഏതോ സിനിമയിലെ ഡയലോഗ് പോലെ ഇങ്ങനെ അടുക്കി പെടയ്ക്കാണ് ആ പുഴുക്കൾ ഇങ്ങനെ അടുക്കി പല നിറത്തിൽ പല സൈസിലെന്ന് പറയുന്നത് അതുപോലെ ഒരു ലോഡ് പുഴു ഉണ്ടായിരുന്നു. പിന്നെ പുഴു ഇല്ലാത്ത സാധനങ്ങളൊക്കെ അരിഞ്ഞ് മാറ്റി കുറേ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ വെച്ച് ആഹാരം ഉണ്ടാക്കിയതിന് ശേഷം ഒരു ജ്യൂസ് അടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അടുത്തൊരു മാങ്ങ എടുത്തപ്പോൾ അതിനകത്ത് പുഴു. മൂട് പോയി. ഇന്നത്തെ മുഴുവൻ ദിവസവും പുഴുവിൻ്റെ ദിവസമായിരുന്നെന്ന് വിചാരിച്ചു. രാവിലെ ആണെങ്കിൽ പുട്ട് കഴിക്കാൻ വേണ്ടി പഴം എടുത്തപ്പോൾ പഴത്തിനകത്ത് കപ്പപ്പഴത്തിനകത്ത് ഒരു പുഴുവായിരുന്നു. കേസ് അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരുന്ന എൻ്റെ മുന്നിൽ മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് വന്നെത്തിയ ഒരു സാധനമാണ് ഈ സാധനം. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബുഗാഡിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നേരെ നല്ല സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. രാത്രിയാണ് സംഭവം വന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോഴും എന്നെ പൊട്ടിച്ചെടുത്ത് ആകാംക്ഷയോടെ ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫോൺ നോക്കിയിട്ടിട്ട് പറ്റുന്നില്ല. പിന്നെ ഞാൻ കണ്ണാടി പോയി നോക്കിയിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്കിഷ്ടപ്പെട്ടാലും നമുക്ക് ചുറ്റുമുള്ളവർക്ക് ദഹിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ മറ്റേ അല്ലാത്ത കമ്മലൊക്കെ ഇട്ടിട്ട് ഇതേപോലത്തെ കമ്മലൊക്കെ എടുത്തിടുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അവരുടെ ഇഷ്ടമാരും നോക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന നോക്കിയാൽ പോരെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കി. എന്നാൽ പിന്നെ അത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.